റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലേക്ക് ഷോർ ആശുപത്രിയിലെ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിന്റെ നിർണായക തെളിവുകൾ റിപ്പോർട്ടറിന്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും ലേക്ക് ഷോർ ആശുപത്രിയും തമ്മിലുള്ള കരാറാണ് പുറത്തുവന്നത്. അവയവ ശസ്ത്രക്രിയയ്ക്ക് ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം വരെ നൽകാമെന്നാണ് കരാറിൽ പറയുന്നത്. എസ് ശരൺ വിവരങ്ങൾ നൽകും നമുക്ക്. ശരൺ, കരാർ എഴുതി വെച്ച് കമ്മീഷൻ വാങ്ങി നടത്തുന്നത് അവയവ കച്ചവടമാണ് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. എപ്പോൾ അത് സംഭവിക്കുമെന്ന് വർഷങ്ങൾ കാത്തിരിക്കുന്ന രോഗികളുണ്ട്. ഒരു ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് എപ്പോഴാണ് അനുകൂലമായ ഒരു ഓർഗൻ കിട്ടുക, അങ്ങനെ കാത്തിരിക്കുന്ന രോഗികൾ പോലും ഉള്ളിടത്താണ് കരാർ എഴുതി വെച്ച കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഇത് സാധ്യമാകുന്നത്. എങ്ങനെയാണ്? മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവയവ കച്ചവട റാക്കറ്റിനെ സ്വകാര്യ ആശുപത്രികളുമായുള്ള ബന്ധം, ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ, ഇത് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ലേക്ക് ഷോർ ആശുപത്രിയും മുഖ്യപ്രതിയായ നജീബിന്റെ കമ്പനിയായ കല്ലട്രാസ് മെഡിക്കൽ ടൂറിസവും തമ്മിലാണ്. കൃത്യമായി അതിന്റെ രേഖകളാണ് രാവിലെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഈ കരാർ നിലവിൽ വരുന്നത്. പേഷ്യന്റ് ഫെസിലിറ്റേറ്റർ കരാർ എന്ന നിലയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണെന്നുണ്ടെങ്കിൽ ഒരു രോഗിക്ക് 1 ലക്ഷം രൂപയാണ് ഈ റാക്കറ്റിന് കമ്മീഷനായി ലഭിച്ചിരുന്നത്. ഇനി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണെന്നുണ്ടെങ്കിൽ അത് 50,000 ആണ്. ഒപ്പം തന്നെ ഒരു രോഗിയെ ഓരോ പ്രാവശ്യവും ആശുപത്രിയിൽ എത്തിച്ച് ചെക്കപ്പ് നടത്തുന്നതിന് കൃത്യമായി തന്നെ കമ്മീഷൻ ലഭിച്ചിരുന്നു എന്നുള്ളതും ഇ ഡി കണ്ടെത്തിയിരുന്നതാണ്. അതും ആ രേഖകളിൽ വ്യക്തമാണ്. അതായത് ഒരു തവണ ഇത്തരത്തിൽ രോഗിയെ എത്തിച്ച് ചെക്കപ്പ് നടത്തുമ്പോൾ 10% കമ്മീഷൻ ലഭിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖ കൂടിയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ ലേക്ക് ഷോർ ആശുപത്രിയുടെ MD ആയ SK അബ്ദുള്ളയെ ഒപ്പം ഡോക്ടർമാരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നത്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അവയവ കച്ചവട റാക്കറ്റിന്, അതായത് ഈ മുഖ്യപ്രതിയായ നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്രാസ് മെഡിക്കൽ ടൂറിസത്തിന് മറ്റ് ആശുപത്രികളുമായിട്ട് സമാനമായി കരാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇ ഡി പരിശോധിച്ചു വരികയാണ്. ശരി, എസ് ശരനാണ് വിവരങ്ങൾ നൽകിയത്. മനുഷ്യക്കടത്തിലൂടെ മറ്റുള്ളവരുടെ ധനസ്ഥിതിയെ ചൂഷണം ചെയ്ത്, ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത്, ഇങ്ങനെ പല തലങ്ങളിലാണ് അവയവ കച്ചവട റാക്കറ്റ് സംസ്ഥാനത്തെ അകത്തും പുറത്തും പ്രവർത്തിക്കുന്നത്. ഏതു രീതിയിലാണെങ്കിലും ഇതിന് ആശുപത്രികളുമായി ഇടനില കരാർ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഡോക്ടർമാരുമായി അടക്കം ഇത്തരം നീക്കുപോക്കുകൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കിട്ടിയതിനെ തുടർന്നാണ് അവരുടെ അടക്കം സാമ്പത്തിക ശേഷിയൊക്കെ പരിശോധിക്കാനുള്ള തീരുമാനം ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയൊരു തട്ടിപ്പിലേക്ക് ഇ ഡി അന്വേഷണം കടന്നു പോവുകയാണ്.